പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. കാലടി കളമ്പാട്ടുപുരം തിരുഹൃദയ ദേവാലയത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വാഹനജാഥ സംഘടിപ്പിച്ചു. കാലടി കളമ്പാട്ടുപുരം തിരുഹൃദയ ദേവാലയത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂബിലി പതാക പ്രയാണ വിളംബര വാഹനജാഥ സംഘടിപ്പിച്ചു. മാതൃ ഇടവകയായ കൊറ്റമം പള്ളിയങ്കണത്തിൽ നിന്ന് ആരംഭിച്ച വാഹനജാഥ കൊറ്റമം പള്ളി വികാരി ഫാദർ പോൾ മാടശ്ശേരി ജൂബിലി പതാക കളപ്പാട്ടുപുരം പള്ളി വികാരി ഫാദർ സാൻജോ കണ്ണമ്പിള്ളിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഈ സമാപന ആഘോഷങ്ങളുടെ സന്ദേശം നാടകം അറിയിക്കുക എന്നതാണ് ഞങ്ങൾ ഈ വിളംബര ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ജാഥയുടെ നായകനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ സാൻജോ അച്ഛന് ഈ വാഹനത്തിന് ഈ പ്രയാണത്തിന് മുമ്പേ പിടിക്കേണ്ട പതാക ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൈമാറാൻ നിങ്ങളുടെ മാതാപിതാക്കളെ അവര് അടക്കപ്പെട്ടിട്ടുള്ള സംസ്കരിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ് എൻ്റെ സെമിത്തേരി. മാത്രമല്ല അവരിലൂടെ കൈമാറ്റപ്പെടാനായിട്ട് അവരുടെ വിശ്വാസത്തെ പോഷിപ്പിച്ച് വളർത്തിയ ജൂബിലി കമ്മിറ്റി കൺവീനർ ചെറിയാക്കുത്തുപ്പത്തി, കൈകാരന്മാരായ ജോൺസൺ കോനുരാൻ, ജിജോ മണവാളൻ, കുര്യൻ വരയാടൻ, ടോമി പള്ളിപ്പാടൻ, വൈസ് ചെയർമാൻമാരായ ഡേവിസ് പാടശ്ശേരി, MC ഷൈജു, സജി ഇടശ്ശേരി എന്നിവർ സംസാരിച്ചു. ജൂബിലി കമ്മിറ്റി ഭാരവാഹികളായ ജോണി പുതുശ്ശേരി, തോമസ് പാടശ്ശേരി, ജോളി മാടശ്ശേരി, തോമസ് പാങ്ങോല, ഷിജു എഴുക്കനാൽ, ജേക്കബ് പാലാട്ടി, ഷാജു ജോർജ് തുപ്പത്തി എന്നിവർ വാഹനജാഥയ്ക്ക് നേതൃത്വം നൽകി. കൊറ്റമം, നീലേശ്വരം, നെട്ടിനംപിള്ളി ഇടവക അതിർത്തികളിലൂടെ കടന്നുപോയ വിളംബര വാഹനജാഥ കളമ്പാട്ടുപുരം പള്ളിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.